സോ നമ്മൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ പാർട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഇൻറ്റഗ്രേഷൻസിൻ്റെ കൺസെപ്റ്റ്സൊക്കെ അറിയാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ഡെറിവേറ്റീവ് dv/dt എന്ന് പറയുന്ന സ്ഥലത്ത് ഡെറിവേറ്റീവ് നമുക്കിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എ ആവാം, എന്ത് ഡെറിവേറ്റീവ് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ടിയെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് dv = a dt എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതിനുശേഷം രണ്ടിടത്തും അപ്പുറത്തും ലിമിറ്റ് കൊടുത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ്സ് എ മാത്തമാറ്റിക്കൽ സംഭവമാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇക്വേഷൻ ആയ v = u+at എന്ന് പറഞ്ഞ് ഡെറൈവ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചാണ്. എ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് അത് കോൺസ്റ്റൻറ്റ്. അതായത് ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എപ്പോഴും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ dv/dt ആക്സലറേഷൻ എപ്പോഴും എ തന്നെ ആയിരിക്കും ആൻഡ് എ ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ജസ്റ്റ് dv എന്ന് പറഞ്ഞാൽ a dt എന്നുള്ള നമ്മൾ എഴുതാണ്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ലിമിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി യുയിൽ മൂവ് ചെയ്യുന്നൊരു പാർട്ടിക്കിളിനെ v എന്ന് പറയുന്ന വെലോസിറ്റിയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന t സമയം കൊണ്ട് a ആക്സലറേഷനിൽ പോകുമ്പോഴത്തേക്ക് u എന്ന് പറയുന്ന ആ വെലോസിറ്റി v എന്ന് പറയുന്ന വെലോസിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞുതരാം. t സമയം കൊണ്ട്, അതായത് t എന്ന് പറയുന്ന സമയം കൊണ്ട് u വെലോസിറ്റിയിൽ ഇനിഷ്യൽ നമ്മൾ സമയം നോട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ u ആയിരുന്ന വെലോസിറ്റി a ആക്സിലറേഷനിൽ v എന്ന് പറയുന്ന വെലോസിറ്റി വരെ എത്തുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. സോ നമ്മൾ ഇവിടെ നിന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് u തൊട്ട് v വരെയാണ് dvയുടെ ഇൻറ്റഗ്രേഷൻ വരുന്നത്. കാരണം വെലോസിറ്റി നമ്മൾ u തൊട്ട് v വരെയാണ് ചേഞ്ച് ആവുന്നത്. ആൻഡ് a dt-ക്കകത്ത് a കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് dt-യിലാണ് നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കുന്നത്. ആൻഡ് dt-യുടെ ലിമിറ്റ് അല്ലെങ്കിൽ ടൈമിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ 0 ടൈമിൽ നിന്ന് തുടങ്ങി t എന്ന് പറയുന്ന ടൈം വരെ നമ്മൾ എത്തുവാണ്. ഓക്കെ, അപ്പം ഇതിന് നമ്പേഴ്സ് അല്ല, നമ്മൾ ഈ കറക്റ്റ് ഈ വേരിയബിൾസ് പോലെ കൊടുക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊന്നും വേരിയബിൾസ് അല്ല, ബട്ട് ഇതെല്ലാം ഓരോരോ കോൺസ്റ്റൻ്റ് ആണ്. ഓരോ കേസിനും ഓരോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ചില കേസുകൾ 2 മീറ്റർ/സെക്കൻഡ് 4 മീറ്റർ/സെക്കൻഡ് വരെ 5 സെക്കൻഡ് കൊണ്ട് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇവിടെ 2 ഇവിടെ 4 ഇട്ടിട്ട് ഇവിടെ നമ്മൾ 5 സെക്കൻഡ് 0 മുതൽ 5 സെക്കൻഡ് നമുക്ക് കിട്ടാൽ മതി. പക്ഷേ അപ്പം എന്ത് സംഭവിക്കും, നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആയിട്ട് കിട്ടത്തില്ല. ഇതപ്പോൾ നമുക്ക് u v t ടേംസ് ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ പിന്നെയും ഇൻറ്റഗ്രേറ്റ് ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് അത് ജസ്റ്റ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ t0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി u ആണ്. ആൻഡ് t ആകുമ്പോഴത്തേക്ക് t സെക്കൻഡ് സമയം കഴിയുമ്പോഴത്തേക്ക് v എന്ന് പറയുന്ന വെലോസിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. dv ഇൻറ്റഗ്രേഷൻ ഡയറക്റ്റ് v ആയിരിക്കും, a പുറത്ത് വരും, dt ഇൻറ്റഗ്രേഷൻ ഡയറക്റ്റ് t ആയിരിക്കും. ആൻഡ് u0t ആൻഡ് നമ്മൾ ഇത് ഇതിനകത്തോട്ടിട്ട് സബ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ v ഇവിടെ കൊടുത്തു, u ഇവിടെ കൊടുത്തു, സബ്ട്രാക്ട് ചെയ്തു. v - u = a അവിടെ ഉണ്ട്, t - 0t തന്നെയാണ്. സോ v - u = 80 ആൻഡ് v = u+80. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല. സോ അടുത്ത ഇക്വേഷനിലോട്ട് പോകണം. അടുത്ത ഇക്വേഷൻ പറഞ്ഞാൽ s = ut + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. സോ ഈ കേസിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ds/dt എന്ന് പറയുന്ന ആ ഒരു ഈ കൺസെപ്റ്റ്, ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഭവം തന്നെ v എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ a അല്ല, കാരണം ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ ഇങ്ങനെ ചേഞ്ച് ഒരു ടൈം മാറുന്നതനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടാണ് എപ്പോഴും വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് v ഒരു കോൺസ്റ്റൻ്റ് ആക്കി നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ a പക്ഷേ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, അത് മനസ്സിലാക്കണം. സോ ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ds = v × dt ആൻഡ് നമ്മൾ വിക്ക് പകരം u+80 ഇടുകയാണ്. നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് എടുത്തതാണ് v എന്ന് പറഞ്ഞാൽ u+80. അപ്പോൾ നമുക്ക് വിനെ നമുക്ക് യുവിൻ്റെയും എയുടെയും ടിയുടെ ടേംസിലായി. അത് t മാത്രമാണ് വേരിയബിൾ, u ഇസ് എ കോൺസ്റ്റൻ്റ്. കാരണം ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും ഒരു ബോഡിയുടെ ഈ ഒരു കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് t മാത്രമാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. നമ്മളത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ds = u dt + at dt എന്ന് വരുന്നു. ആൻഡ് നമ്മൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ds എന്ന് പറയുന്ന ഇൻറ്റഗ്രേഷൻ നമ്മൾ 0 മുതൽ s വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് 0 മുതൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ നേരത്തെ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ആക്കി ഫോം ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമ്മൾ എപ്പോഴും ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ s എന്ന് പറഞ്ഞാൽ ഇത് ds ആ ഒരു വേരിയബിൾ അല്ല, ഒരു ജസ്റ്റ് കോൺസ്റ്റൻറ്റ്. 0 മുതൽ s എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വരെ പോകുന്നു. ഇത് ആ 0 മുതൽ t വരെയുള്ള സമയം കൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പം u dt-ക്കകത്തും dt ഉള്ളതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യണം. ആൻഡ് at dt-ക്കകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. ds ഇൻറ്റഗ്രേറ്റ് s ആണെന്ന് നമുക്കറിയാം. u കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്ത് dt എടുത്താൽ t ആവും ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അത് നമുക്കറിയാം.
ആൻഡ് എ പുറത്തെടുത്തു. ടി ഡി ടി എന്ന് പറയുന്ന സാധനം ഒരുമിച്ചാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യും. സോ ഇവിടെ നമുക്ക് എസ് 0 ടി 0 എന്ന് പറയുന്ന ലിമിറ്റ്സ് കൊടുക്കാൻ പറ്റും. ഇവിടെ എ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ടി ടി ഡി ടി എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ കഴിഞ്ഞ ലെക്ചറിനകത്ത് പറഞ്ഞ കണക്ക് തന്നെ ടി ഡി ടിയുടെ ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2 ആണ്. അതിൻ്റെ ഇക്വേഷനൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാണ്, ഒന്നുകൂടെ ഞാൻ പറയുന്നില്ല, തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 0 ടു എസ് യു ഇൻറ്റു ടി 0 മുതൽ ടി വരെ. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു ലിമിറ്റ് അപ്പം ഇതെല്ലാം നമ്മൾ സബ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എസ് മൈനസ് 0 ഈക്വൽ ടു യു ടി മൈനസ് യു ഇൻറ്റു 0, അതാണ് 0 എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ എ ടി സ്ക്വയർ ബൈ 2 പറ്റും, മറ്റൊരു 0 ആയിരിക്കും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ക്വസ്റ്റൻ നല്ല നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ കാണാൻ പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതെങ്ങനെ വന്ന് നമ്മൾ അറിയണം, പിന്നെ നമ്മൾ ഇക്വേഷൻ ഇട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. സോ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ നമ്മൾ ചെയ്ത സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് വേണ്ടുന്നത് വെലോസിറ്റി ടൈമിൻ്റെ ടേംസിലല്ല വേണ്ടുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടേംസിലാണ് വേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്, പിറകോട്ടൊന്നും വണ്ടി വരുന്നില്ല, എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കും. ഓക്കെ, സോ എ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ചെയിൻ റൂൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡി വി ബൈ ഡി ടി എന്ന് നമുക്ക് ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് വിളിക്കാം. അതായത് ഡി എസും ഡി എസും ക്യാൻസൽ ആയിപ്പോയി, പിന്നെ ഡി വി ബൈ ഡി ടി തന്നെ വരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉപയോഗമുണ്ട്, അത് നമുക്ക് വഴിയായി മനസ്സിലാവും. സോ ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി നമ്മൾ വിളിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെലോസിറ്റിയാണ്. വി നോ ദാറ്റ്. ഓക്കെ, ഡി വി ബൈ ഡി എസ് നമുക്കറിയില്ല, അങ്ങനത്തെ സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല. ബട്ട് ഡി എസ് ബൈ ഡി ടി ഡിസ്റ്റൻസ് ബൈ ടൈമിൻ്റെ ആ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി. സോ ആ വിനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. അഗെയിൻ എ ഇൻറ്റു ഡി എസ് ഇങ്ങോട്ട് കയറിയാൽ എ ഡി എസ് ഇസ് ഈക്വൽ ടു വി ഡി വി എന്നുള്ള ഇക്വേഷനെത്തി. സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് നൗ ദാറ്റ്. സോ എ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ഇൻറ്റഗ്രൽ ഡി എസ് 0 മുതൽ എസ് വരെ, ഓക്കെ 0 മുതൽ എസ് ഡിസ്റ്റൻസ് വരെ പോകുന്നു. ആൻഡ് വി ഡി വിക്കകത്ത് ഇൻറ്റഗ്രൽ വരുന്നത് വെലോസിറ്റിയാണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ആദ്യത്തെ കേസിൽ നമ്മൾ വെലോസിറ്റിയുടെ കേസ് വെലോസിറ്റിയിൽ നമ്മൾ ചെയ്തായിരുന്നു, വെലോസിറ്റി വേരിയബിളായിട്ട് വന്നത്. നമുക്ക് ഇവിടെ വെലോസിറ്റി വേരിയബിളായിട്ട് വരികയാണ്. യു മുതൽ വി വരെയാണ്, 0 മുതൽ എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ബോഡി സഞ്ചരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ബോഡിയുടെ കണ്ടീഷൻസ് നമുക്കറിയാം. ആൻഡ് ഹെൻസ് നമുക്ക് ഡി എസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ് കിട്ടുന്നു. ആൻഡ് വി ഡി വി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കറിയാം ഇത് ടി ഡി ടിയോ എക്സ് ഡി എക്സോ പോലെ തന്നെയാണ്, വി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് മാറുകയാണ്. സോ അതിൻ്റെ ലിമിറ്റ്സും കൊടുത്തു. സോ എ ഇൻറ്റു എസ് മൈനസ് 0 ഇസിക്കൽ ടു വി സ്ക്വയർ മൈനസ് 2 മൈനസ് യു സ്ക്വയർ ബൈ മൈനസ് 2 വി സ്ക്വയർ മൈനസ് 2 മൈനസ് യു സ്ക്വയർ ബൈ 2. ആൻഡ് അങ്ങനെ എ എസ് ഇസിക്കൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ആ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. സോ അതാണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു വി യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി തന്നിട്ടുണ്ട്. അതൊരു ഇക്വേഷനാണ്, നമുക്ക് ചില ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ആവശ്യം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇൻറ്റഗ്രേഷൻ ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, now നമുക്ക് വേറൊരു സംഭവം കൂടെ നോക്കാം. അതായത് എസ് എന്തെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു സെക്കൻഡ്, ഇപ്പം ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യണം, ഒരു യൂണിഫോം ആക്സിലറേഷൻ പോകണം. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, 3 സെക്കൻഡ് കഴിഞ്ഞു, 4 സെക്കൻഡ്, 5 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ 5ാമത്തെ 6ാമത്തെ സെക്കൻഡ് ഇടയ്ക്ക് അത് ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയണം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്കറിയണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് അതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആദ്യമേ നമ്മൾ ജസ്റ്റ് പഠിക്കുക. വി ഇസിക്കൽ യു പ്ലസ് എ ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെയാണ് അതിൻ്റെ ഏകദേശം അതുപോലെയാണ് വരുന്നത്. യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്, എൻ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ്, അതായത് ഏത് സെക്കൻഡിലത്തെ വെലോസിറ്റി, അതായത് 5 മുതൽ 6 വരെയാണോ 6 മുതൽ 7 വരെയാണ്, ഏത് സമയത്താണ് അതിൻ്റെ തുടക്കമുള്ളത്. ഇപ്പോൾ 5ാമത്തെ സെക്കൻഡിൽ വേണമെങ്കിൽ 5ാമത്തെ സെക്കൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ പർട്ടിക്കുലർ സെക്കൻഡ് ട്രാവൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെയും വിളിക്കാറുണ്ട്, ഇതായിരിക്കും മിക്കവാറും ടെക്സ്റ്റിലൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇതാണ് പഠിക്കുക എളുപ്പം, യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്. നൗ ഇനി നമുക്ക് ഡെറിവേഷൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വി ഇസിക്കൽ ഡി എസ് ബൈ ഡി ടിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഓർത്ത് വെക്കണം, ഈ സ്റ്റാർട്ടിങ് എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻസ് നോക്കുമ്പോഴേക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും കണക്കാനുള്ള ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്തോണം. ആൻഡ് വി ഇസിക്കൽ ടു ഡി എസ് ബൈ ഡി ടി തുടങ്ങി. ഡി എസ് എന്ന് പറഞ്ഞാൽ വി ഡി ടി ആണ്, വി എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി ആണ്. സോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ലിമിറ്റാണ് ഇവിടെ വേറെ വേരിയേഷൻ ഒന്നുമില്ല. ഒന്ന് എസ് എൻ മൈനസ് 1 തൊട്ട് എസ് എൻ വരെയാണ്. അതായത്
ആ ഒരു സെക്കൻഡിൻ്റെ തൊട്ട് മുന്നിലത്തെ സെക്കൻഡ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 തൊട്ട് 7 വരെയുള്ള എനിക്ക് നമുക്ക് കിട്ടുന്നത്. സോ SN വരെയും SN-1 തൊട്ട് SN വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ആ ലിമിറ്റ് കൊടുക്കുന്നത്. ഇവിടെ N-1 തൊട്ട് N വരെയുള്ള ടൈമിലുള്ള ആളാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ N-1 തൊട്ട് N വരെയുള്ള ടൈം കൊടുക്കുന്നത്. ആൻഡ് ജസ്റ്റ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം SN-1 എന്നോട്, കാരണം DS ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ SN ആയിരിക്കും. SN-1 എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് SN-നും SN-1നും ഇടയ്ക്കുള്ള ആ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് തന്നെയാണ് നമ്മൾ SN-ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരും. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തും. SN = U + A/2 × 2n-1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും. ആൻഡ് ഫൈനലി ജസ്റ്റ് ഒരു സംഭവം കൂടെ പറയാനുള്ളതാണ്. ഇത് നമ്മൾ ജസ്റ്റ് കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എൻട്രൻസിനൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ഫ്രീ ഫോളിംഗ് ബോഡി എന്ന് പറയുന്ന ഫ്രീ ഫോളിംഗ് ബോഡിയിൽ, അപ്പം ഒരു ഫ്രീ ഫോളിംഗ് ബോഡി എന്ന് പറയുമ്പം ഇതാണ് ഫ്രീ ഫോളിംഗ് ബോഡി. ഇപ്പോൾ ഫ്രീ ഫോളിംഗ് ബോഡിയിട്ട് നമ്മൾ ഈ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടാണ് നോക്കുന്നത് വെച്ചോളൂ. അപ്പം താഴോട്ടുള്ള കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ വേണമെങ്കിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് താഴോട്ട് പോകുന്നതിനെല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ്, താഴോട്ട് പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, അങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് പോസിറ്റീവ് നെഗറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് എങ്ങനെ എടുക്കാം? മേലോട്ട് നെഗറ്റീവ് നിർത്താൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും, താഴോട്ട് പോസിറ്റീവ് നിർത്താൽ എല്ലാം പോസിറ്റീവ്. ചെയ്തൊരു വാല്യൂവും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരു പറയുന്നതാണ്. ഇപ്പോൾ ഈ കേസിൽ മേളും താഴോട്ട് പോസിറ്റീവ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ H എന്ന് പറയുന്ന ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. അവിടെ താഴോട്ട് നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യണം. സോ അങ്ങനെയില്ല. പക്ഷേ താഴോട്ട് പോകുമ്പോഴത്തേക്ക് വെലോസിറ്റി താഴോട്ട് ഡയറക്ഷനാണ് വരുന്നത്. കാരണം ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് വെലോസിറ്റി കൂടി വരുമ്പോൾ ഓരോ പോയിൻറ്റും വെലോസിറ്റി താഴോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനെ പോസിറ്റീവ് വിളിക്കാം. ആൻഡ് ആക്സലറേഷൻ എല്ലാ കേസിലും താഴോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമുക്ക് പോസിറ്റീവ് വിളിക്കാം. ആൻഡ് ഹെൻസ് 3 ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടേംസിലാക്കണം. V = U + AT U ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, ജസ്റ്റ് ഡ്രോപ്പാണ്. ഫ്രീ ഫോളിംഗ് ബോഡിക്ക് പറ്റി നമ്മൾ പറയുന്നത്. സോ ജസ്റ്റ് U ആൻഡ് A എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് G, കാരണം താഴോട്ട് നമ്മൾ പോസിറ്റീവ് എടുത്തേക്കുന്നതുകൊണ്ടാണ്. സോ V = GT എന്നൊരു ഫോമുല കിട്ടുന്നതാണ്. GT എന്ന ഫോമുല കിട്ടും. അടുത്തത് S = UT + ½ എസ്സിന് പകരം H, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഹൈറ്റ് ആണ് ഈ കേസിൽ. ആൻഡ് U ഇല്ല. സോ ½ × GT². So H = ½ GT² എന്നോ T = അല്ലെങ്കിൽ അതിന് താഴോട്ട് വീഴടിക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T = √2h/g എന്ന് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇതെങ്കിലും ഓർത്തിരിക്കണം. ദെൻ ഇത് ഓർത്തിരുന്നാൽ അത്ര വളരെ നല്ലതായിരിക്കും. അത് പ്രോബ്ലം ചെയ്യാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇത്, അല്ലാതെ അല്ല എൻട്രൻസിനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാവുന്ന സമയമുണ്ട് എക്സാമിനൊക്കെ എഴുതാമെന്നുണ്ടെങ്കിൽ. അഗെയിൻ V² = U² + 2s എന്ന് പറയുന്ന ഫോമിലേക്കകത്ത് U0 ആണ്, S എന്ന് പറഞ്ഞാൽ H ആണ്. സോ V² = 2gh ആൻഡ് V = √2gh. അപ്പം ഒരു ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇട്ടാൽ അത്രയും ഹൈറ്റ് കഴിഞ്ഞ് താഴെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി √2gh ആയിരിക്കും. അത് താഴെ വരെ എത്താനുള്ള സമയം √2h/g ആയിരിക്കും. ആൻഡ് താഴെ എത്തുമ്പോൾ അതിനുണ്ടാകുന്ന വെലോസിറ്റി GT ആയിരിക്കും. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഓൺ ദിസ് ക്ലാസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.